പ്രഹസനമൊന്നുമല്ല, തുണി കഴുകണം. അതാണ് രാവിലത്തെ പരിപാടി. ടേബിൾ എത്ര ഉണ്ടായാലും ഇതിന്റെ മേളിൽ സാധനം വെക്കുന്ന സുഖം ആവും അന്തസ്. അപ്പോഴാണ് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചർ മണ്ണൻ്റെ മമ്മീനെ കൊണ്ടുവിടണം. മിന്നു, ഹൈ മിന്നു. ജീവിതം എങ്ങനെ പടുത്തുയർത്താം എന്നുള്ള കൂലങ്കശികമായ ചർച്ചയാണ് മമ്മിയുടെ. ഞായറാഴ്ചയായിട്ട് അപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സർപ്രൈസ് ആയിട്ട് നമ്മളെ പുട്ടും പഴവും വെച്ച് പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുക്കഷ്ടം കഴിക്കണം എന്നാണല്ലോ. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് ഞാനത് കഴിച്ചു. എന്തായാലും സാധനം ഈ മുടിയൊന്നും ഇരിക്കണമില്ല. എന്തായാലും രാവിലെ ഒരു കല്യാണ പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ വർക്കിന് പോവാണ്. ഞാൻ നമ്മുടെ ജിവിൻ സാറോടെ ചെറുതായിട്ടൊന്ന് കല്യാണം നടക്കുന്ന സ്ഥലം മാറിപ്പോയി പള്ളിയിലാണ് എത്തിയത്. ആക്ച്വലി അതൊന്ന് അമ്പലത്തിലാണ് കല്യാണം. ഈ പുതുതലമുറയിലെ പിള്ളേരെല്ലാം ഫോണിന് അടിമകളാണല്ലോ. അങ്ങനെ കല്യാണപ്പെട്ടും ചെറുക്കനും വന്നു. ചടപടിയെന്ന് കല്യാണം കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാനും ജിമിൻ സാറും തിരിച്ച് വീട്ടിലെത്തി. സദ്യ കഴിച്ച് വയറ് നിറഞ്ഞെങ്കിലും അതുകൊണ്ട് തന്നെ ഒരു ചായയും കൂടെ കുടിച്ച് നമുക്കതങ്ങ് ഫിനിഷ് ചെയ്യാം. മമ്മിയും ആധ്യാത്മികമായിട്ട് എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വണ്ടിയിൽ എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണെന്നറിയത്തില്ല. സൺഡേ ഒരു ഹോളിഡേ ആയതുകൊണ്ടും അത് എൻജോയ് ചെയ്യേണ്ടത് കൊണ്ടും ഒരു ചിക്കൻ റാപ്പ് കഴിക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഇനിയിപ്പം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് സൂപ്പർ മാർക്കറ്റ് വരെ പോയി ഒന്ന് അലചന്തിരിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറാം. ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.